How much time the mass? Maybe 45 minutes. 1 hour? Nearly. Maybe 45. Usually in the church, body is 25 times. This is Orthodox, Coptic, Syrian, a Syrian, long time. Ethiopian, 3 o'clock in the morning, 8 o'clock finish.
ഈ മംഗള കർമ്മത്തിൽ ഓൺലൈനിലൂടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, മംഗളകരമായ സന്തോഷപ്രദമായ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള വിളി സ്വീകരിച്ച് വിവാഹ കൂദാശ സ്വീകരിക്കുവാൻ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടിയാണ് ബ്രില്ലും ശോഭിയും ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയം കഴിയുമ്പോൾ നമ്മളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരാൾ ഒരാൾക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് പ്രതിജ്ഞ എടുക്കുകയാണ്. ഇവരെടുക്കുന്ന പ്രതിജ്ഞ മരണപര്യന്തം ലംഘിക്കാതെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും അതോടൊപ്പം തന്നെ കടമകളും വ്യക്തതയോടും കൃത്യതയോടും നിർവഹിക്കുവാനായിട്ട് ഈ ജീവിതത്തിൽ നമുക്ക് പ്രതിജ്ഞയും പരിശോധിക്കാൻ വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കും. ഇവരുടെ കുടുംബജീവിതം ഒത്തിരി പേർക്ക് മാതൃകയായിട്ട് അനുഗ്രഹമായിട്ട് മാറാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തക്കതായ ഇടത്തോടെ ജീവിതം മാറുവാനായിട്ട് ഉള്ള പാപവാർത്ത നമുക്ക് പ്രതിജ്ഞ. Oh,
Thank you.
നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയുടെയും ആലോചനയുടെയും പരിചിന്തനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ന് ഈ അധ്യാപന മുമ്പിൽ വച്ച് ബ്രില്ലും ഷോപ്പിയും തിരുസഭയിൽ പുതിയ ഒരു കുടുംബത്തിന് തുടർന്നു കൊടുക്കുകയാണ്. ഇവരേറ്റെടുക്കുന്ന ഈ ഒരു വലിയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് യോമയിലേക്ക് കടന്നുവരിക. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് സൈറസിന്റെ കാലം സൈറസിന്റെ സൈന്യം ശത്രുരാജ്യമായ അർമേനിയ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അർമേനിയൻ രാജാവായ ത്രിഗാസിനെ ഭാര്യയെ കടലാക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൈറസ് രാജാവ് തീരുമാനിച്ചു ത്രിഗാസിന്റെ ഭാര്യയെ മോചിപ്പിക്കാനാണ്. അക്കാര്യം സൈറസ് രാജാവ് ത്രിഗാസിനെ വിളിച്ചു പറഞ്ഞു, താങ്കളുടെ ഭാര്യയെ മോചിപ്പിക്കണം. പക്ഷെ അതിന് പകരമായിട്ട് അങ്ങ് എന്താണ് ചെയ്യുന്നത്? ത്രിഗാസ് മറുപടി പറഞ്ഞു, എനിക്ക് രാജ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് രാജ്യമുണ്ടായിരുന്നു, ഞാൻ രാജ്യത്തിലായിരുന്നു. പക്ഷെ എനിക്ക് രാജ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ തീരുമാനിക്കേണ്ടതാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത് കേട്ട് സൈറസ് രാജാവ് ഭാര്യയെ ത്രിഗാസിനെ മോചിപ്പിച്ചു. ഒരിക്കൽ ത്രിഗാസ് ഭാര്യയോട് ചോദിച്ചു, സൈറസ് രാജാവിനെ പറ്റി അവരുടെ അഭിപ്രായം എന്താണ്? അതിനോട് പ്രധാനമന്ത്രി പറഞ്ഞു, സ്വന്തം ജീവൻ ത്യജിച്ചു പോകുന്നു. എന്നെ രക്ഷിക്കുവാൻ, എന്നെ മോചിപ്പിക്കാൻ തയ്യാറായ അങ്ങേപ്പറ്റിയല്ലാതെ മറ്റൊരു പുരുഷനെ പറ്റി ചിന്തിക്കുവാനേ എനിക്ക് സാധിക്കില്ല. സ്വന്തം ജീവൻ ത്യജിച്ചു പോലെ രക്ഷിക്കുവാൻ തയ്യാറായ അങ്ങേപ്പറ്റിയല്ലാതെ മറ്റൊരു പുരുഷനെ പറ്റി ചിന്തിക്കുവാനേ എനിക്ക് സാധിക്കില്ല. ജീവന് തുല്യം ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനോട് അങ്ങേയറ്റം വിശ്വസ്തനാക്കുന്നവരാണ്. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ബ്രില്ലും ഷോഭിയും ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിനാണ് തുടക്കം കുറിക്കേണ്ടത്. നമുക്കറിയാം, കുടുംബജീവിതം എന്നത്തേക്കാൾ ഉപരിയായി കുടുംബജീവിതം വെല്ലുവിളികൾ നടന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ ലോകത്തിനാണ് നമ്മൾ ജീവിക്കുകയും തീർച്ചയായും ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനായിട്ട് ഒരു ശക്തി ലഭിക്കുന്നത് ഇവിടെ കഴിവിലോ നേട്ടങ്ങളിലോ പണത്തിലോ ആരോഗ്യത്തിലോ സൗന്ദര്യത്തിലല്ല, മറിച്ച് ഈ വെല്ലുവിളി വിതരണം ചെയ്യപ്പെടുന്ന ചിലപ്പോൾ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥമായി മാറുന്നത്. കുടുംബവിവാഹം ഒരു ഉദാസി, അതോടൊപ്പം തന്നെ ദൈവവിളി. ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ദൈവവിളി പ്രത്യക്ഷത്തിൽ നൽകുവാനായിട്ട് ഇവര് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ആ വിളിക്ക് പ്രത്യക്ഷത്തിൽ നൽകുമ്പോൾ ആ വിളി അവസാനിക്കുകയില്ല, മറിച്ച് ആ വിളിക്ക് തുടക്കം കൊടുക്കുകയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിളി അതിന്റെ പൂർണ്ണതയെ ജീവിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയും അത്യാവശ്യം. രണ്ടാമതായിട്ട് കുടുംബജീവിതം പറയുന്നത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തുഴയുന്ന ഒരു വള്ളം പോലെ വഞ്ചി പറയുന്നത്. അമരത്തിരിക്കുന്ന ഭാര്യ ഭർത്താവ് തുല്യ താളത്തിന് ശക്തിയും തന്നാലെ ആ വള്ളം മുമ്പോട്ട് പോയി. കുടുംബജീവിതമാകും ചിലപ്പോഴെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ നാട്യങ്ങളും കോളുകളും ഒക്കെ ആയിരിക്കും. കുടുംബജീവിതമാകുന്ന ആ സാഗരത്തെ കീറി കുറിച്ചുകൊണ്ട് വേണം ഈ കാറ്റിന്റെയും കോളിന്റെയും പ്രതിസന്ധികളുടെയും രോഗങ്ങളുടെയും മരണത്തിന്റെ മുമ്പിൽ പോലും ജീവിക്കുവാനാണ്. അപ്പോൾ തകരാതിരിക്കണമെങ്കിൽ, തളർന്ന് വീഴാതിരിക്കണമെങ്കിൽ പരസ്പരം താങ്ങാകണം, തണലാകണം, തുണയാകണം. നിരാശയില്ല
ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ജീവിക്കാൻ
ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നത് സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷത്തിൽ മരണം നമ്മെ വേർപെടുത്തുന്നത് സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവമേ, ഈ താലി ആശീർവദിക്കണമേ. ഇത് ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും ഉദാഹരണമായിരിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്ന ഈ മോചനമേ അങ്ങയുടെ അനുഗ്രഹം വർഷിക്കണമേ. വധരിക്കുന്ന ഈ ദമ്പതികൾ പരസ്പരം പരിപൂർണ്ണ വിശ്വസ്തത പാലിച്ചുകൊണ്ട് ശാന്തിയിലും സ്നേഹത്തിലും നാളും നിങ്ങൾക്കിടയിലുള്ള നിറവേറ്റി ജീവിതം നയിക്കാൻ വരാനാണ് കർത്താവായ ക്രിസ്തു വഴി നമുക്ക് പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ മന്ത്രത്തോടെ ക്രിയാപൂർവ്വം ആശീർവദിക്കണമേ. ഞാൻ സ്നാനാവസരത്തിൽ പ്രസാദം വഴി ക്രിസ്തുവിനെ വസ്ത്രമണിയിച്ച ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബന്ധനമായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയിക്കുന്ന നിലനിൽക്കണം.
എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചോളൂ. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം തിരിച്ചു കൊടുക്കുന്നു. പ്രിയ സഹോദരരെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധയോഗത്തിൽ നയിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥന ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാട്ടിലും അഭിവൃദ്ധിപ്പെടാനാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന
സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ സ്വീകാര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ സാധനങ്ങളുമായി അമേരിക്കയിലുള്ള ഇത് സ്വീകരിക്കുവാനായി കർത്താവെ, വിവാഹത്തിന്റെ പാവനോടമ്പടിയിലെ മുതലായി അർപ്പിച്ച ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അതിന്റെ നന്മയുടെ പ്രകടമായ അങ്ങ് തന്നെ ഉദാഹരണമായി നേതാവായിരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആമേൻ. ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുന്നു. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ആദർശവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനും നിത്യനുമായ ദൈവമേ, നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് വ്യക്തത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. വിശുദ്ധ വിവാഹത്തിന്റെ ഫലപുഷ്പമായ ചാരിത്രശക്തി ദത്തപുത്രരുടെ ദൗർബല്യക്ക് ഉപകരിക്കുന്നതിന് മനഃപുരത്വത്തിന്റെ മുഖത്താലും സമാധാനത്തിന്റെ അവിഭാജ്യമായ ബന്ധത്താലും വൈവാഹിക ഉടമ്പടി നമ്മൾ ഉറപ്പിച്ചുവല്ലോ. എന്തെന്നാൽ കർത്താവെ, ശിശുക്കളുടെ ജനനം ലോകത്തിന് ഭൂഷണമായി തീരുകയും ജ്ഞാനസ്നാനത്താലുള്ള നവജന്മവും സഭയുടെ വർദ്ധനയെ നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അങ്ങേ പരിപാലനത്താൽ കൃപയാൽ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ ജീവിത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അവിടുന്ന് ആഹ്ലാദത്തോട് സദവ്യത്തിലോടുമൊത്ത് അങ്ങേ അനുഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും ഭക്തീകരിക്കുകയും ചെയ്യുന്നു.
സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടുന്നതിന് ഒരു ജനത്തെയും ഒരുമിച്ച് കൂട്ടുന്നതിൽ അങ്ങ് വിരോധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരണത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവായി പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവസങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്യുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ കാലം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യുന്നു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവാസനാദരമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിലാസകരമായ സ്വർഗ്ഗാരോപണത്തോട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാലനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ വാഗ്ദാനങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ദിവസം അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ആത്മാവുമായി തീരുമാനിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പം അവകാശം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാക്കണം. വിശിഷ്ട ദൈവമാതാവായ പരിശുദ്ധയോടും മഹനീയ ഭർത്താവായ പരിശുദ്ധയോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹനീയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള മധ്യസ്ഥത്താൽ സഹായം കൈകൊള്ളുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ജനത്തിന്റെ പേരിൽ സർവ്വലോകങ്ങളുടെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാസനായ ഞങ്ങളുടെ യോഗ്യപാപായോടും ഞങ്ങളുടെ ദൈവദാസനായ വ്യത്യസ്തോടും ഉത്തരാധികാരികളോടും വൈദികരോടും
നിൽക്കാൻ മുന്നോട്ടുള്ളമായ ഒരു കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടേക്കണം. കാര്യമായ പിതാവേ, എല്ലായിടത്തും കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണം. ഞങ്ങളുടെ എല്ലാ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും ഞങ്ങൾ ലോകത്തിന്റെ മേൽ ഭക്ഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തിൽ എല്ലാ മഹിമയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, ക്രിസ്തുവിൽ വാഹിതനായ അവിടുത്തെ ദാസരുടെ മേൽ അവിടുത്തെ കൃപയുടെ ആശീർവാദം കാരണമായി ചൊരിയണമെന്ന് ക്രിസ്തുവിന്റെ ശരീരങ്ങളുടെ ഉദാസീന വിശുദ്ധ ഉടമ്പടിയാൽ അവിടുന്ന് സംയോജിപ്പിച്ചതിലെ ഒരേ സ്നേഹത്തിൽ ഒന്നാക്കിത്തരണമെന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങേ മഹാശക്തിയാൽ എല്ലാവരിൽ നിന്ന് സ്വസ്ഥത സൃഷ്ടിച്ചങ്ങ് പ്രപഞ്ചലോകത്തെ ക്രമീകരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാദൃശ്യത്തെ സൃഷ്ടിക്കുകയും പുരുഷനെ സ്ത്രീയെ ഏർപ്പെടുത്താനാവുകയും ചെയ്തുവല്ലോ. അങ്ങനെ ഒരു ശരീരമാണെന്നും സമൃദ്ധിയോടെ ഒന്നാക്കിത്തവരെ ഏർപ്പെടുത്താൻ പാടുള്ളതെന്ന് പഠിപ്പിച്ചു. ദൈവമേ, വിവാഹോടുകൂടിയ ക്രിസ്തുവിന്റെ സഭയുടെയും കൂദാശ പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹബന്ധം മഹത്തായ രഹസ്യമാക്കി വാക്കുകയും ദൈവമേ, വഴി പുരുഷനോട് സ്ത്രീ ഒന്നായി ചേർക്കപ്പെടുകയും ആദ്യത്തെ ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഈ അനുഗ്രഹം മാത്രമേ വിഭവഭാവത്തിന്റെ ശിക്ഷയാലോ ജലപ്രയാസമുള്ളവനായ നാശത്താലോ നഷ്ടപ്പെടാറുള്ളൂ. വിവാഹബന്ധത്തിൽ ഒന്നായി തീർന്ന അങ്ങേദാസരുടെ കാര്യപൂർവ്വം പ്രാർത്ഥിക്കണമേ. അവർ പ്രത്യാശിക്കുന്ന അങ്ങേ ആശീർവാദത്താൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം അവരുടെ മേൽ ചൊരിയണമേ. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ അവർ നിലനിൽക്കുവാൻ ഇവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹം ചൊരിയണമേ. അങ്ങേ ദാസിയായ ശോഭി ഈ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൃപ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം പ്രവർത്തിക്കുന്ന പുണ്യവതികളെ അനുഗ്രഹിക്കുന്നതുമായി നിലനിൽക്കട്ടെ. ഇവിടെ ഭർത്താവായ ബലിന്റെ ഹൃദയം ഇവിടെ വിശ്വാസമർപ്പിക്കട്ടെ. ഇവിടെ ദൈവങ്ങളായും കൃപാകര ജീവിതത്തിന്റെ കൂട്ടവകാശിയുമായി അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് അർത്ഥമായ ആദരം നൽകുകയും ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ അവരെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയോട് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ഈ ദാസർ വിശ്വാസത്തിൽ നിന്ന് അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏക ശരീരമായി തീർന്ന് ജീവിത നൈർമല്യം വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷത്തിന്റെ ശക്തി ആർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുകയും സന്താന
ഉണ്ടാകുകയും സുഹൃത്തസമ്പന്നമായ മാതാപിതാക്കന്മാരായി തീരുകയും അവരുടെ സന്താനങ്ങളെ കാണുകയും ഇവർ ദീർഘായുസ്സമായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് സത്യരാജ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടവരുടെ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുകയും ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്നവർ, ദിവ്യാനുഗ്രഹത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ ആത്മാവ് സ്വന്തമായിരിക്കും.
Thank you.
Thank you.
I want them please to make one photo.